ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ രാസ പഞ്ചാധ്യായിയിലാണ്. അതിൽ 4-ാമത്തെ അധ്യായം അഥവാ ദശമസ്കന്ധത്തിലെ 32-ാം അധ്യായം, അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. നാരായണ. നാരായണ. നമുക്ക് വായിക്കാം. 32-ാം അധ്യായം, ദശമസ്കന്ധത്തിൽ 32-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 32-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇതി ഗോപ്യഃ പ്രഗായന്ത്യഃ പ്രലഭന്ത്യശ്ച ചിത്രധാ രുരുദുഃ സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാഃ. താസാം ആവിരഭൂത് ശൗരിഃ സ്മയമാനമുഖാംബുജഃ പീതാംബരധരഃ സൃഗ്വീ സാക്ഷാത് മന്മഥമന്മഥഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തം വിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുദ്ഭുല്ലദൃശോബലാഃ ഉത്തസ്തുർയുഗപത്സർവാഃ തന്വഃ പ്രാണമിവാഗതം. കാചിത് കരാംബുജം ശൗരേഃ ജഗൃഹേ അഞ്ജലിനാ മുദാ കാചിത് ദധാര തദ്ബാഹും അംസേ ചന്ദനരൂഷിതം കാചിദഞ്ജലിനാ ഗൃഹാത് തന്മീതാംബൂലചർവിതം ഏകാതതംഘ്രികമലം സന്തപ്താസ്തനയോരധാത്. ഏകാ ഭൃഗുടിമാബധ്യ പ്രേമസംരംഭവിഹ്വലാം ഗ്നദീവൈക്ഷത്കടാക്ഷേപൈഃ സന്ദഷ്ടദശനച്ഛദാം. അപരാ നിമിഷദൃഗ്ഭ്യാം ജുഷാണാ തന്മുഖഭുജം ആപീതമപി നാതൃപ്യത സന്തഃ തച്ചരണം യഥാ. തം കാചിന്നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമില്യ ച പുളകാംഗി ഉപഗുഹ്യാസ്തേ യോഗീവാനന്ദ സംപ്ലുതാ. സർവാസ്താ കേശവാലോകപരമോത്സവ നിർവൃതാഃ ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാഃ. താഭിർവിദൂതശോകാഭിഃ ഭഗവാനച്യുതോ വൃതഃ വ്യരോചതാധികം तात പുരുഷഃ ശക്തിഭിർയഥാ. താ സമാദായ കാളിന്ദ്യാഃ നിർവിശ്യ പുളിനം വിഭുഃ വികസത്കുന്ദമന്ദാരസുരഭ്യനിലഷട്പദം. ശരചന്ദ്രാംശു സന്തോഹദ്വസ്തദോഷാതമഃ ശിവം
കൃഷ്ണായ ഹസ്തതരളാചിതകോമളപാലുകം തദ്ദർശനാഹ്ലാദവിധൂതഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യദായയുഃ സ്വൈരുത്തരീയൈ കുചകുങ്കുമാങ്കിതൈഃ അചീക്ലൃപൻ ആസനമാത്മബന്ധവേ തത്രോപവിഷ്ടോ ഭഗവാൻ സൈശ്വരോ യോഗേശ്വരാന്തർഹൃദി കൽപ്പിതാസനഃ ചകാസ ഗോപീ പരിഷദ്ഗതോർച്ഛിതഃ ത്രൈലോക്യലക്ഷ്മ്യേകപദം വപുർദതത് സഭാജയിത്വാ തമനംഗദീപനം സഹാസലീലേക്ഷണ വിഭ്രമബ്രുവാ സംസ്പർശനേനാംഗകൃതാംഗ്രിഹസ്തയോഃ സംസ്തുത്യ ഈഷത്കുപിതാ ഭഭാഷിരേ ഗോപ്യ ഊജുഃ ഭജതോനുഭജന്ത്യേകേ ഏക ഏതദ്വിപര്യം ന ഉഭയാംശ്ച ഭജന്ത്യേകേ ഏതന്നോ ബ്രൂഹി സാധുഭോഃ ശ്രീഭഗവാനുവാച മിഥോ ഭജന്തി യേ സഖ്യഃ സ്വാർത്ഥൈകാന്തോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മഃ സ്വാർത്ഥാർത്ഥം തദ്ധി നാന്യഥാ ഭജന്ത്യഭജതോ യേ വൈ കരുണാഃ പിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാഃ ഭജതോപി ന വൈ കേചിത് ഭജന്ത്യഭജതഃ കുതഃ ആത്മാരാമാ ഹ്യാപ്തകാമാഃ അകൃതജ്ഞാ ഗുരുദ്രുഹഃ നാഹം തു സഖ്യോ ഭജതോപി ജന്തോൻ ഭജാമ്യമീഷാമനുവൃത്തിവൃത്തയേ യദാദനോ ലബ്ധധനേ വിനഷ്ടേ തച്ഛിന്തയാന്യന്നിഭൃതോ ന വേദ ഏവം മദർത്തോജ്ജിതലോകവേദസ്വാനാം ഹിവോ മയി അനുവൃത്തയേ ബലാഃ മയാ പരോക്ഷം ഭജതാ തിരോഹിതം മാ സൂയിതും മാർഹത തത്പ്രിയം പ്രിയാഃ ന പാരയേഹം നിരവദ്യ സംയുജാം സ്വസാധുകൃത്യം വിബുധായുഷാ വിവഹ യാമാ ഭജൻ ദുർജരഗേഹ ശൃംഖലാഃ സംഭൃശ്ച തദ്വഹ പ്രതിയാതു സാധുനാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീ സാന്ത്വനം നാമ 32-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭഗവാൻ അന്തർദാനം ചെയ്ത് ഇവരുടെ എന്താ പറയുക വിലപനം അല്ലെങ്കിൽ പ്രലപനം എല്ലാം കേട്ട് അവരോടുള്ള കാരുണ്യത്തോടുകൂടെ അവരുടെ മുമ്പിൽ സാക്ഷാൽ മന്മഥ ഭാവത്തിൽ അനുഗ്രഹമൂർത്തിയായി പ്രത്യക്ഷനായ സമയത്ത് ഗോപികമാര് ഓരോരുത്തരും ഭഗവാനെ എങ്ങനെയൊക്കെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചത് എന്ന് നമ്മൾ വിശദമായി കാണുകയായിരുന്നു. ഒരുവൾ ഭഗവാന്റെ
ഒരു കയ്യിനെ വലത് കയ്യിനെ 2 കൈ കൊണ്ടും കൂട്ടിപ്പിടിച്ചു എന്നും മറ്റൊരുവൾ ഭഗവാന്റെ ഇടത് കൈയിനെ എടുത്ത് തൻ്റെ തോളിലിട്ടു എന്നും വേറൊരുവൾ തൻ്റെ അഞ്ജലികളെ കൊണ്ട് ഭഗവാന്റെ വായിലെ താമ്പൂല ചർവിതം സ്വീകരിച്ചു, അത് സേവിച്ചു എന്നും വേറൊരുവൾ ഭഗവാന്റെ പാദങ്ങളെടുത്ത് തൻ്റെ സ്തനങ്ങളിൽ വെച്ചു എന്നും മറ്റൊരുവൾ പ്രേമസംരംഭം കൊണ്ട് വിഹ്വലയായിക്കൊണ്ട് പുരികക്കൊടി വളച്ചുകൊണ്ട് ഭഗവാനെ ഹനിക്കുന്നത് പോലെ നോക്കി നിന്നു, ചുണ്ടും കടിച്ചുകൊണ്ട് ദേഷ്യം അഭിനയിച്ചുകൊണ്ട് വേറൊരുവൾ അവളുടെ കണ്ണുകളെ കൊണ്ട് ഭഗവാന്റെ മുഖകമലത്തെ പാനം ചെയ്തും മതിയാവാതെ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. സജ്ജനങ്ങൾ ഭഗവാന്റെ പാദസേവ ചെയ്യും പോലെ. വേറൊരുവൾ തൻ്റെ നേത്രരന്ധ്രങ്ങളിലൂടെ ഭഗവാനെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് ആ കൺപീലികൾ അടച്ചു, തൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ ബന്ധിച്ചു. എന്നിട്ട് അവിടെ ആലിംഗനം ചെയ്തു, നിർവൃതിയെ പ്രാപിച്ചു, പുളകാങ്കിതയായി. ഒരു യോഗി എങ്ങനെയാണോ ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ച് ആനന്ദം അനുഭവിക്കുന്നത്, അതേ ഭാവം ഇവളും ഭഗവാനെ തൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് ആലിംഗനം ചെയ്ത് പ്രാപിച്ചു. ഇങ്ങനെ ഓരോരുത്തരും ആ ഭഗവാന്റെ ആലോകനം കൊണ്ട്, ഭഗവാനെ കണ്ടതുകൊണ്ടുള്ള പരമോത്സവ നിർവൃതാഹ, അവരുടെ എല്ലാ താപത്തെയും അവർ വെടിഞ്ഞു. എങ്ങനെയാണോ ഒരു പ്രാജ്ഞനെ അല്ലെങ്കിൽ ഒരു സജ്ജനത്തെ പ്രാപിച്ചാൽ ജനങ്ങൾ അവരുടെ ദുഃഖത്തെ വെടിയുക, അല്ലെങ്കിൽ സുഷുപ്തിയിൽ നമ്മൾ നമ്മുടെ ആ പ്രാജ്ഞഭാവവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ എങ്ങനെയാണോ ലൗകിക വിഷമങ്ങളെല്ലാം മറക്കുക, അതുപോലെ അങ്ങനെ എല്ലാ ശോകവും നശിപ്പിക്കപ്പെട്ടവരായ ആ ഗോപികമാരോട് ചുറ്റപ്പെട്ടവനായി ഭഗവാൻ നല്ലതുപോലെ ശോഭിച്ചു. ശക്തികളോടുകൂടിയ ആ പുരുഷനെ പോലെ, നാരായണൻ തൻ്റെ ശക്തികളാൽ സേവിക്കപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ പ്രകൃതി ശക്തികളാൽ സേവിക്കപ്പെടുന്ന പുരുഷതത്വം എന്ന പോലെ, പുരുഷ ശക്തിഭിര്യഥ. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കാളിന്തി തീരത്തേക്ക് ഒന്നുകൂടെ പ്രവേശിച്ചു, ഒന്നുകൂടെ അടുത്തേക്ക് ചെന്നു. ആ കാളിന്തി തീരം വളരെ മനോഹരമായിരുന്നു എന്ന് വർണ്ണിച്ചു. വികസത് കുന്ദമന്ദാര സുരഭ്യനില ഷഡ്പദം, നല്ലതുപോലെ വികസിച്ചിരിക്കുന്ന കുന്തം, മന്ദാരം മുതലായ പൂക്കളുടെ നല്ല സൗരഭ്യത്താൽ ആ സുരഭി എല്ലായിടത്തേക്കും പ്രസരിപ്പിക്കുന്ന വായുകൊണ്ടും ഷഡ്പദങ്ങളുടെ ശബ്ദങ്ങളെ കൊണ്ടും മുഖരിതമായിരിക്കുന്ന ആ കാളിന്തി തീരത്തേക്ക്, അഥവാ ശരച്ചന്ദ്രാംശു സന്തോഹ ധ്വസ്തദോഷതമഃ ശിവം, ശരച്ചന്ദ്രന്റെ അംശുസന്തോഹം കൊണ്ട് അഥവാ കിരണാവലികളെ കൊണ്ട് ദോഷാതമഃ രാത്രിയിലെ ഇരുട്ടിനെ ധ്വംസിച്ചിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇരുട്ടെല്ലാം നീങ്ങിയതുമായിട്ടുള്ള ആ ശിവമായ പുളിനം, കൃഷ്ണായ ഹസ്തതരളാചിത കോമളബാലുകം, ആ കാളിന്തിയുടെ കരങ്ങളാകുന്ന തിരമാലകളാൽ ശുദ്ധീകരിക്കപ്പെട്ട അതിമനോഹരമായ മണൽത്തരികളോട് കൂടിയതായിട്ടുള്ള, കോമളങ്ങളായ മണൽത്തരികളോട് കൂടിയതായിട്ടുള്ള കാളിന്ത്യാഹ പുളിനം, കാളിന്തിയുടെ പുളിനത്തിലേക്ക് അവർ പ്രവേശിച്ചു. അങ്ങനെ ഗോപികമാരെല്ലാവരും ഭഗവാനെ കണ്ട ആഹ്ലാദം കൊണ്ട് അവരുടെ ഹൃദ്രോഗമെല്ലാം നശിച്ചു, അവരുടെ പീഡകളെല്ലാം നശിച്ചു. മനോരഥാന്തം യയുഹു, അവരുടെ മനോരഥത്തിൻ്റെ ആ ലക്ഷ്യം പ്രാപിച്ചവരായി, നേടേണ്ടതെല്ലാം നേടിയവരെ പോലെയായി. ശ്രുതയഃ യഥാ എന്ന് പറഞ്ഞു, രാവിലെ വളരെ വിശദമായിട്ട് പറഞ്ഞു അല്ലേ. എങ്ങനെയാണോ വേദം കർമ്മകാണ്ഡങ്ങളെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ എത്ര ശ്രമിച്ചാലും നമ്മളാരും തൃപ്തരാവുകയില്ല. അവസാനം വേദങ്ങളിലെ വേദാന്ത ഭാഗം, ഉപനിഷത് ഭാഗങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ചു കഴിയുമ്പോൾ, ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ നമ്മൾ നിർവൃതിയെ പ്രാപിക്കും. അപ്പം മാത്രമാണ് വേദങ്ങൾക്കും
ആ ശ്രുതി മാതാവിനും സന്തോഷമുണ്ടാവുക. അപ്പം അതുപോലെയുള്ള ആ നിറവ് ഈ ഗോപികമാരും പ്രാപിച്ചു. അവരുടെ കുചകുങ്കുമാങ്കിതങ്ങളായ ഉത്തരീയങ്ങളെ കൊണ്ട് ആത്മബന്ധുവായ ഭഗവാന് ആസനം അചീക്ലിപത്, ഭഗവാന് ഇരിക്കാനുള്ള അല്ലെങ്കിൽ കിടക്കാനുള്ള വിസ്തരിച്ച ആസനത്തെ ഉണ്ടാക്കിയെന്ന്. നല്ല ഘനത്തിലും നല്ല പരപ്പിലും ഭഗവാന്റെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള വേദനകളും ഉണ്ടാവാതിരിക്കാൻ, ഏറ്റവും സുഖമായിരിക്കാൻ വേണ്ടി അവരുടെ ആ ഉത്തരീയങ്ങളെ കൊണ്ടാണ് മേലേക്ക് മേലെ വിരിച്ചുകൊണ്ട് അവർ ഭഗവാനുള്ള ഇരിപ്പിടം ഒരുക്കിയത്. ആ ഭഗവാൻ ഈശ്വരൻ ആ അവരൊരുക്കിയ ആസനത്തിലിരുന്നു. വാസ്തവത്തിൽ ഭഗവാൻ എവിടെ ഇരിക്കുന്ന ആളാണ്? യോഗേശ്വര അന്തർഹൃതി കൽപ്പിതാസന. യോഗേശ്വരന്മാർ അവരുടെ ഹൃദയാന്തർഭാഗത്ത് അവര് ഹൃത്പുണ്ഡരീകത്തിൽ അല്ലെ, ഹൃദയകമലത്തിൽ ഭഗവാന് സ്വർണമയമായിട്ടുള്ള പീഠവുമെല്ലാം കൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രത്നങ്ങൾ പതിച്ച പീഠമെല്ലാം കൽപ്പിച്ച് അതിലാണ് ധ്യാനിക്കുക. രത്നൈർ കൽപ്പിതമാസനം എന്ന് ശിവമാനസ പൂജയിൽ ആചാര്യ ഭഗവത്പാദർ ആരംഭിക്കുന്നുണ്ട് അല്ലേ. രത്നങ്ങളെ കൊണ്ടുള്ള ആസനം കൽപ്പിച്ച് അതിൻ്റെ മുകളിലാണ് ഭഗവാനെ ഇരുത്തുക. യോഗീശ്വരന്മാരൊക്കെ ധ്യാനിക്കുമ്പോൾ അങ്ങനെയാണ് ഇരിക്കുക. ഇവിടെ ഭഗവാനുണ്ട്. ഇവരുടെ ശരീരത്തിലെ വിയർപ്പും ഗന്ധവുമെല്ലാം ചേർന്ന അല്ലേ, ദുർഗന്ധമില്ല എന്ന് നമുക്ക് പറയാം. ഗോപികമാരുടെ ഗന്ധമാണ്. അപ്പോൾ അവരുടെ ശരീരത്തിലെ അവരെ ആവരണം ചെയ്തിരുന്നതായിട്ടുള്ള വസ്ത്രം ഒരു കണക്കിന് നോക്കിയാൽ വിഴുപ്പ് എന്ന് പറയും നമ്മൾ അല്ലേ. മറ്റൊരാളുടെ വിഴുപ്പ് വസ്ത്രത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ നമുക്ക് മടിയാണ്. നമ്മൾ നമ്മുടെ വസ്ത്രം വിരിച്ചിട്ടാണ് എവിടെ പോയാലും ഇരിക്കാൻ താല്പര്യപ്പെടുക. ഇതൊക്കെ ഒരു മനോരോഗമാണ് അല്ലേ ഒരു കണക്കിന്. ഇവിടെ ഭഗവാൻ എങ്ങനെയായിരുന്നു? ആ വനഭോജന സമയത്ത് ഗോപപാലന്മാരുടെ കയ്യിൽ ഭക്ഷണമെല്ലാം വാങ്ങിച്ച് കഴിച്ചതുപോലെ, തൻ്റെ കയ്യിലെ ഭക്ഷണമെല്ലാം അവർക്ക് പങ്കുവെച്ചു കൊടുത്തതുപോലെ, ഇവിടെ ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ അനുഗ്രഹം ചെയ്യുന്നത് അവരുടെ ഉത്തരീയത്തെ ഭഗവാൻ തൻ്റെ ആസനമായി സ്വീകരിച്ചുകൊണ്ടാണ്. അവർക്കും ഭഗവാനുമായിട്ട് അത്രയും അടുപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കതൊരു ഭേദഭാവന തോന്നിയില്ല. ഗോപികമാർക്ക് തങ്ങളുടെ ഉത്തരീയത്തിൽ ഭഗവാനെ ഇരുത്താവോ എന്നുള്ളതായിട്ടുള്ളൊരു ആ ദേഹബോധം അല്ലെങ്കിൽ ഭേദഭാവം അതൊന്നും തോന്നിയില്ല. ഇവിടെ ഞങ്ങളുടെ ഉത്തരീയത്തിൽ ഭഗവാൻ ഇരുന്നാൽ മതി എന്ന മട്ടിൽ അവരുടെ ഉത്തരീയം വിരിച്ചു കൊടുത്തിരുന്നു. അതിലാണ് ഭഗവാൻ ഇരുന്നത്. അങ്ങനെ യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന ഭഗവാൻ അവിടെ ഉപവിഷ്ടനായിക്കൊണ്ട് ഗോപീ പരിഷദ്ഗത, ഗോപീ സമൂഹത്തിൽ ഗമിച്ചവനായ ഭഗവാൻ അവരാൽ അർച്ചിതനായി ത്രൈലോക്യ ലക്ഷ്മി ഏകപദം ബഭൂദതത് ചകാസ. മൂന്ന് ലോകങ്ങൾക്കുമുള്ള സകല ഐശ്വര്യങ്ങളെയും സകല സൗന്ദര്യത്തെയും പ്രദാനം ചെയ്യുന്ന മൂർത്തിയാണ് ഭഗവാന്റെ ശരീരം. എല്ലാ ലോകത്തിലെ എല്ലാ മംഗള വസ്തുക്കൾക്കും ആ മംഗളഭാവത്തെ നൽകുന്നതാണ് ഭഗവാന്റെ മൂർത്തി. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അങ്ങനെയുള്ള മൂർത്തിയെ ധരിച്ചുകൊണ്ട് ഭഗവാൻ ശോഭിച്ചു ഈ ഗോപികമാരുടെ മധ്യത്തിൽ നിന്ന്. അങ്ങനെ ആ ഭഗവാനെ, അനംഗദീപനായ ഭഗവാനെ വേണ്ട പോലെ സഭാജയിത്വ, നല്ലതുപോലെ പൂജിച്ച് സൽക്കരിച്ച്, സഹാസലീലേക്ഷണ വിഭ്രമബ്രുവ, അവരുടെ ഹാസത്തോടും ലീലയോടുകൂടിയ നോട്ടത്തോടും ചലിപ്പിക്കുന്ന പുരികക്കൊടികളോടും കൂടി സംസ്പർശനേന ഭഗവാനെ സ്പർശിച്ചുകൊണ്ടും അംഗകൃത അംഗ്രിഹസ്തയോഹോ, ഭഗവാന്റെ കൈയും കാലുമെല്ലാം എടുത്ത് ഓരോരുത്തരും അവരവരുടെ മടിയിൽ വെച്ചിട്ടുണ്ട്, തലോടി കൊടുക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് സംസ്തുത്യ, ഭഗവാനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടും. പക്ഷേ ഇടയ്ക്കവര് ഈഷത് കുപിതാഹ ബഭാഷിരേ, അല്പം കോപമുള്ളവരായിക്കൊണ്ട് ഭാഷണം ചെയ്തു. അപ്പോൾ അവരുടെ ഒരു പരിഭവം അല്ലെങ്കിൽ പ്രണയ കലഹം
ഭഗവാൻ ചെയ്ത ചതി അവർക്കൊട്ടും ദഹിച്ചിട്ടില്ല. തങ്ങളെ അല്ലേ സന്ധ്യാവേളയിൽ ഓടക്കുഴലൂതി വിളിച്ച് ആകർഷിച്ച് എല്ലാവരും വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അനാഥരാക്കിക്കൊണ്ട് അന്തർദാനം ചെയ്തു കളഞ്ഞു. എത്ര നേരം അവർ കാട്ടിലെല്ലാം അലഞ്ഞു തിരിഞ്ഞു, എത്ര വിഷമിച്ചു. ഇനി കാണാൻ കിട്ടില്ലേ എന്ന് വരെ ഭയപ്പെട്ടിരുന്നു അവർ. കണ്ടുകിട്ടുന്നത് വരെ ഭയം ഉണ്ടാവുമല്ലോ. നമ്മളെ ശരിക്കും ഭഗവാൻ ഉപേക്ഷിച്ചുവോ, നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുവോ, ഇനി ഭഗവാൻ നമ്മളെ തിരിഞ്ഞു നോക്കില്ലയോ എന്നുള്ള ശങ്കയൊക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടായി കാണും. അങ്ങനെ സർവസ്വവും നഷ്ടപ്പെട്ടവരായി അനാഥരായി അല്ലേ, വീടും കുടിയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്. ഇനിയിപ്പോൾ എവിടേക്ക് പോകും, എന്താണ് ഇനിയിപ്പോൾ ബാക്കി, ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ എന്നൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഉള്ളിൽ എന്തൊക്കെ ആകുലതകൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അത്രയും അവരെയൊക്കെ വ്യാകുലപ്പെടുത്തി കളഞ്ഞു ഭഗവാൻ. ഭഗവാന്റെ ഒരു പരീക്ഷണമായിരുന്നു അവരുടെ അഹങ്കാരം ശമിപ്പിക്കാനായിക്കൊണ്ട്. അപ്പോ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാനോട് പരിഭവം ഉണ്ട്. ആ പരിഭവമാണ് കോപമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഈഷത് കുപിതാഹ, അല്പകോപത്തോടെ, നല്ലോണം കോപിച്ചുകൊണ്ടല്ല, വാളെടുത്ത് വെട്ടാൻ വരുന്ന മാതിരിയുള്ള വിറച്ചുകൊണ്ടല്ല. ഈഷത് കുപിതാഹ, അവരുടെ ആ പ്രണയ കലഹമാണ് അവിടെ. അവരുടെ ഉള്ളിൽ ഭഗവാനോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല, വിശ്വാസത്തിനൊരു കുറവുമില്ല. എങ്കിലും ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, ഞങ്ങളെങ്ങനെ എത്രയും പരീക്ഷിക്കേണ്ടിയിരുന്നില്ല എന്ന മട്ടിലുള്ള ആ ഒരു ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഭാഷണം ചെയ്തു എന്നാണ്. ഗോപ്യ ഊജുഹു, ഗോപികമാർ പറഞ്ഞത് ഭജതോനുഭജം വേഗേ ഏകയേതദ്വിപര്യം ന ഉഭയാംശ്ച ഭജം വേഗേ ഏതന്നോ ബ്രൂഹി സാധുഭോഹോ. ഭജതോ അനുഭജന്തി ഏകേ, ഭജിക്കുന്നവരെ തിരിച്ചു ഭജിക്കുന്നു ചിലർ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ, ഇങ്ങോട്ട് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നു, ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനനുസരിച്ച് അങ്ങോട്ട് തുല്യമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടര്. ഏകേ ഏതദ് വിപര്യം, വേറെ ചിലര് ഇതിന് വിപരീതമായിട്ട് തങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നവരുണ്ട്. ഇനി വേറെ ചിലര് ന ഉഭയാശ്ച ഭജന്തിയേകേ, രണ്ടു കൂട്ടരെയും, സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നില്ല, ഭജിക്കുന്നില്ല. ഏകേ ഏതത് നോ ബ്രൂഹി സാധു ബ്രൂഹി, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ഉത്തരം വേണം. സാധു എന്ന് പറയുന്നത് നല്ല ആലോചിച്ച് ഗൗരവത്തോടുകൂടി മറുപടി തരണം എന്നാ. അല്ല, ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞു പോയാൽ പോരാ, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം, നല്ലപോലെ വിചാരം ചെയ്ത ഉത്തരം വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തിനു വേണ്ടി? ഭഗവാന് സ്വയം ഒരു ആത്മവിമർശനം ചെയ്യാനും ഭഗവാന് ലജ്ജ തോന്നാനും ഭഗവാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഇവരോട് എന്താ പറയുക, ക്ഷമാപണം ചെയ്യാനും ഒക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയത് വലിയ തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള ഭാവത്തിൽ ഭഗവാൻ ഇവരോട് ക്ഷമാപണം ചെയ്യണമായിരുന്നു. അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുക. ആ ഒരു രീതിയിലാണ് സാധുവായിട്ട് മറുപടി പറയണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ അതിന് മറുപടി ആരംഭിക്കുന്നു. വിശദമായിട്ട് തന്നെയാണ് മറുപടി, ആലോചിച്ച് തന്നെയാണ് മറുപടി, സാധുവായ മറുപടി തന്നെയാണ്. സാധു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ള മറുപടി തന്നെയാണ്, എല്ലാവർക്കും ഉള്ള മറുപടിയാണ്. ഇവരുടെ ചോദ്യത്തിന് മാത്രമുള്ളതല്ല, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന മറുപടി എന്ന് പറയാം. ലോക സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാനും സാധാരണക്കാരുടെ സ്നേഹം എത്രമാത്രം പ്രാകൃതമാണ്
ഇവരൊക്കെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട് പലരും. അതൊക്കെ എത്ര നിസ്സാരമായിട്ടുള്ളതാണ്, എത്ര പ്രാകൃതമായിട്ടുള്ളതാണ്. യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനും, അതുപോലെ ഈശ്വരനും നമ്മളും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം അതെങ്ങനെയുള്ളതാണ്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ വേണം സ്നേഹിക്കാൻ ഈശ്വരനെ. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഈശ്വരനിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നതെല്ലാം ഇൻഫീരിയർ ആയിട്ടുള്ള ഭക്തിയാണ്. ഭഗവാൻ തന്നെ ഗീതയിലും മറ്റു കപിലാവതാരത്തിലും പലതവണ ഉദ്ധവനോടും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഭക്തിയുടെ പല തലങ്ങളെക്കുറിച്ച്, അല്ലേ? അപ്പൊ അതില് യഥാർത്ഥ ഭക്തി ഭഗവാനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത ഭക്തിയാണ്. എല്ലാറ്റിലും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാതിരിക്കാനാവില്ല എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ അവസ്ഥ. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെ ഉയർത്താനാണ് ഭഗവാന്റെ ഈ ഉപദേശം. അല്ലാതെ ലൗകികരുടെ ഭാഷയിലുള്ള എന്തെങ്കിലും കുറെ കാര്യങ്ങളല്ല ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവരെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള, ഇവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറുപടിയാണ് എല്ലാ എന്താ പറയുക ആധ്യാത്മിക സാധകന്മാർക്കും ഭക്തന്മാർക്കും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മറുപടിയാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീഭഗവാനുവാച മിഥോ ഭജന്തി യേ സഖ്യഃ സ്വാർത്ഥൈകാന്തോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മഃ സ്വാർത്ഥാർത്ഥം തദ്ധി നാന്യഥാ. ശ്രീഭഗവാനുവാച മിഥോ ഭജന്തി യേ സഖ്യഃ സ്വാർത്ഥൈകാന്തോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മഃ സ്വാർത്ഥാർത്ഥം തദ്ധി നാന്യഥാ. ഭഗവാൻ ഗോപികമാരെ വിളിക്കുന്നത് തന്നെ സഖ്യഃ എന്നാണ്. ഹേ സഖികളെ, നിങ്ങൾ എനിക്ക് തുല്യരാണ് എന്നാണ് ആ സഖാ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഖ്യഃ സഖികളെ എന്ന് പറയുമ്പോൾ ആ സഖ്യം എന്നുള്ളത് ഏറ്റവും വലിയ അടുപ്പമാണ്. അപ്പൊ നിങ്ങളും ഞാനും തമ്മിൽ ഭേദമേ ഇല്ല എന്നുള്ള മട്ടിലുള്ള ആ ഒരു ബന്ധമാണ് ഭഗവാൻ സഖ്യഃ എന്നുള്ളതായിട്ടുള്ള ഭാവത്തെ സംബോധന ചെയ്യുന്നത്. സഖ്യഃ യേ മിതഃ ഭജന്തി തേ സ്വാർത്ഥൈകാന്തോദ്യമാഹി. നിങ്ങൾ പറഞ്ഞില്ലേ ഭജതോ ഭജന്തി അനുഭജന്തിയേകേ എന്ന്. ഭജിക്കുന്നവരെ അനുഭജനം ചെയ്യുന്നു ചിലർ, സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവർക്ക് തിരിച്ച് പ്രത്യുപകാരം ചെയ്യുന്നു. എനിക്ക് ഇന്നയാൾ ഉപകാരം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യുന്നു. അല്ലാത്ത ആളുകളെ ഒന്നും എനിക്ക് അറിയേയില്ല. നമ്മുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ്. റിലേഷൻഷിപ്പാണ്, അല്ലാതെ ഒന്നും ആഴത്തിലുള്ള ബന്ധങ്ങളൊന്നുമല്ല. റിലേറ്റീവ്സാണ് എല്ലാവരും, അല്ലേ? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കണ്ടീഷണലാണ് എന്നർത്ഥം. ഇങ്ങടുണ്ടോ അങ്ങടുണ്ട്. അതിപ്പോ സഹോദരന്മാരാണെങ്കിലും ശരി, ബന്ധുക്കളാണെങ്കിലും ശരി, അയൽവാസികളാണെങ്കിലും ശരി, സഹപ്രവർത്തകരാണെങ്കിലും ശരി, കൂട്ടുകാരാണെങ്കിലും ശരി, നാട്ടുകാരാണെങ്കിലും ശരി, ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒരേ സമൂഹത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, ഒക്കെ തന്നെ അന്യോന്യം സഹായിക്കുന്നത് ഇങ്ങടുണ്ടോ അങ്ങടുണ്ട്, അല്ലേ? പണ്ടത്തേക്കൊരു രീതിയിൽ വിവാഹങ്ങൾക്കൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇന്നത്തെ പോലെ കുറെ ആവശ്യമില്ലാത്ത സാമഗ്രികളൊന്നും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കൊടുത്ത് ബുദ്ധിമുട്ടിക്കില്ല. എല്ലാവരും കവറിൽ
ഒരു സമ്മാനമായിട്ട് അവരവരെ കൊണ്ടാവുന്ന പോലെയുള്ള ഒരു തുക ആണ് കൊണ്ടുപോയിട്ട് കൊടുക്കുക. കാരണം ഈ കല്യാണ ചെലവുകൾക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾക്കും കല്യാണ ശേഷം ഈ വധൂവരന്മാർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾക്കും ഇനി അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് വാങ്ങിക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ആ ഒരു തുകയായിരിക്കും കൂടുതൽ ഉപകാരപ്രദമാവുക. അല്ലാതെ ഒരാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഷോക്കേസിൽ നിർത്തി വെക്കാനും സ്ഥലമില്ലാതെ അത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കാനും ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ പലതും കൊണ്ട് കൊടുക്കുക. അപ്പം അതുപോലെയല്ല, പണ്ടൊക്കെ ഈ പണം തന്നെ കൊണ്ട് കൊടുക്കുക. അപ്പോൾ അത് കവറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ, നമ്മുടെ മുത്തശ്ശന്മാരും അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരും ഒക്കെ അത് പ്രത്യേകം എടുത്ത് വലിയൊരു രജിസ്റ്റർ തന്നെ വെച്ചിട്ടുണ്ടാവും. അതിൽ ആളുകളുടെ പേരും ഈ കവറിലൊക്കെ പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പേരും തുകയും അവരുടെ വീട്, ലോക്കൽ ഏതാണ് അഡ്രസ്സ്, അതൊക്കെ എഴുതി വെച്ച് ഒരു ഐഡന്റിഫിക്കേഷൻ എഴുതി വെച്ചിട്ട് ആ തുക എത്രയാണെന്നും രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ പിന്നീട് അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഈ ബുക്ക് നോക്കിയിട്ടാണ് എത്രയാണ് അവർ തന്നത്, അത്രയും എങ്കിലും ചുരുങ്ങിയത് കൊടുക്കണം. ഇനി കാലം മാറുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ മണിയുടെ വാല്യൂ മാറുന്നൊന്നും ചിന്തിക്കില്ല. അന്ന് 25 രൂപയാണ് അവർ തന്നതെങ്കിൽ നമ്മൾ 4 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ 25 രൂപ തന്നെ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചിന്തിക്കുക. അന്ന് കാലത്ത് 5ഉം 10ഉം 25ഉം 50ഉം ഒക്കെ വലിയ തുകകളായിരുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും 500 1000 ഒക്കെ കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കണക്ക് നോക്കിയിട്ടാണ് ഇത് എത്ര വന്നിട്ടുണ്ട് അത്രയും തിരിച്ചു കൊടുക്കുക. തമിഴ്നാട്ടിലൊക്കെ വലിയ രസമാണ്. ഈ വിവാഹങ്ങൾ നടക്കുമ്പോൾ മൈക്ക് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. ഓരോരുത്തരും തരുന്ന എമൗണ്ട് വിളിച്ചു പറയും. ഇന്ന ആള് ഇത്ര രൂപ തന്നിருக்கு എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേരും വീട്ടുപേരും ഒക്കെ പറഞ്ഞ് അച്ഛൻ്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് മൈക്കിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് 2 രൂപ തന്നിருக்கு, 4 രൂപ തന്നിருக்கு, 5 രൂപ തന്നിருக்கு എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതൊരു പ്രസ്റ്റീജായിട്ട് മാറും. അവർക്ക് അവരുടെ പേര് വിളിച്ചു കേൾക്കുമ്പോൾ എമൗണ്ടും കൂടണ്ടേ. അങ്ങനെ കരുതിയിട്ട് കുറച്ച് കൂടുതൽ കൊടുക്കാനും സാധ്യതയുണ്ട്. പല ദേശങ്ങളിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ തമിഴ്നാട്ടിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ പല ബന്ധങ്ങളും. ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു കച്ചവടം. പ്രഹ്ലാദൻ പറയുന്ന പോലെ വണിക്ക് എന്നുള്ള ബന്ധമാണത്. സവൈ വണിക്ക് എന്ന് പ്രഹ്ലാദൻ പറയും. ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവൻ ഒരു വണിക്കാണ്. വെറും കച്ചവട ബുദ്ധിയാണ് അവനുള്ളത്. ഭഗവാനിൽ നിന്ന് എന്ത് കിട്ടും എന്ന്. അപ്പോൾ അതുപോലെയാണ് പലരും. ഇപ്പം നമ്മൾ വീട്ടിൽ ചില മൃഗങ്ങളെ വളർത്തുന്നത് പോലും അങ്ങനെയാണ് അല്ലേ. പശുവിനെ വളർത്തുന്നു. എന്തിനാ? പശു നന്നാവാൻ വേണ്ടിയിട്ടല്ല, പശു നല്ലോണം പാല് തരാൻ വേണ്ടിയിട്ട്. പാല് കിട്ടിയാലേ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ലാഭം ഉണ്ടാവണം. അപ്പോൾ പശു പാല് തരാതായാലോ ആ പശുവിനെ ഏതെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യും. കാളകളാണെങ്കിലും പണിയെടുക്കാൻ കഴിവുള്ള കാളകളാണെങ്കിൽ കൃഷിയിടത്തിൽ കന്ന് പൂട്ടാനും വണ്ടി വലിക്കാനും ഒക്കെ ഉപയോഗിക്കും. അതിന് വയ്യാതായാലോ അപ്പോൾ അതിനെ അറക്കാൻ കൊടുക്കും. ഇതാണ് ലോക സ്വഭാവം. ആവശ്യമില്ലാതെ തങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ഒരു ജന്തുക്കളെയും ഒന്ന് പരിഗണിക്കുക പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. ആ കൂട്ടരെയാണ് ഇവിടെ പറയുന്നത്. മിതോ ഭജന്തി ഏ സഖ്യ സ്വാർത്ഥ ഏകാന്ത ഉദ്യമാഹിതേ. അവരുടെ ഏകാന്തം, ഒരേ ഒരു ലക്ഷ്യം എന്നർത്ഥം. ഏകാന്തം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ലക്ഷ്യം. അതിലാണ് അവരുടെ ഉദ്യമം, സ്വാർത്ഥം. അവരുടെ തൻ കാര്യം സാധിക്കാൻ, തങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി മാത്രമാണ്
ഇങ്ങനെയുള്ള സ്നേഹം, ഇതിനെ സ്നേഹമെന്നൊന്നും പറയാൻ കൊള്ളില്ല. ഇതൊരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു മാനുഷികമായിട്ടുള്ള ഒരു എന്താ പറയുക, നയം ആണത്. ഒരു നയപരമായിട്ടുള്ള, അല്ലേ, എങ്ങനെയാണോ രാജ്യങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, കച്ചവട സ്ഥാപനങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, അതുപോലെയുള്ള ഒരു ബന്ധമേ ഉള്ളൂ ഇവിടെയും. ഇവിടെ അല്ലാതെ വലിയ മൂല്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ ആരും കാണേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൺലി കൊടുക്കൽ വാങ്ങൽ. ഇങ്ങടുണ്ടോ അങ്ങടുണ്ട്, ഒരു പാലം ഇട്ടാൽ അങ്ങടും ഇങ്ങടും വേണം എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആളുകൾ, ഇവരൊന്നും യഥാർത്ഥത്തിൽ സ്നേഹം എന്തെന്ന് പോലും അറിയുന്നില്ല. അവരുടെ ചിന്തയെല്ലാം സ്വാർത്ഥപരം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇങ്ങനെയുള്ളതാണ് എന്നെങ്കിലും തിരിച്ചറിയുക. ഇത്ര മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. ഇവര് നമ്മൾക്ക് പ്രയോജനമില്ലാതാകുന്നതോടുകൂടി നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇന്നത്തെ സമൂഹം അത് വളരെ നല്ലോണം പ്രകടമാക്കുന്നുണ്ട്. പണ്ടത്തെ സമൂഹത്തിന് ഇത്തിരി ഒരു സങ്കോചമുണ്ടായിരുന്നു. പ്രയോജനമില്ലാതായതിനെ ഉപേക്ഷിക്കാനൊക്കെ പണ്ടത്തെ സമൂഹത്തിന് സങ്കോചം ഉണ്ടായിരുന്നു, അല്ലേ? കറവ് പറ്റിയ പശുവിനെ കൊടുക്കാനോ, എന്താ പറയുക, ഭാരം വഹിക്കാൻ പറ്റാതായ കാളയെ വിൽക്കാനോ ഒക്കെ പണ്ടത്തെ ആളുകൾക്ക് മടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതായിട്ടുള്ള അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാനൊന്നും പണ്ടത്തെ തലമുറയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അവരുടെ ഉള്ളിൽ ഒരു മനസാക്ഷി കുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെയൊക്കെ അവർ ആവുന്ന പോലെ സുരക്ഷിതരായി വീട്ടിൻ്റെ ഒരു അരികത്താണെങ്കിലും, അല്ലേ, ഒരു ചായ്പിലാണെങ്കിലും സംരക്ഷിക്കാൻ ഒരു ബാധ്യസ്ഥത കാണിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ മാറി വരുന്നതായിട്ടുള്ള തലമുറ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഏത് കാര്യങ്ങളും അപ്പം ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക, വലിച്ചെറിയുക. അച്ഛനമ്മമാരാണെങ്കിലും ശരി, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ത്രോ, നിങ്ങളായി, നിങ്ങളുടെ പാടായി, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ UK-യിലോ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ സെറ്റിലാവും. നിങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ വിളിക്കാം കേട്ടോ. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളെ നിങ്ങളുടെ പേരക്കുട്ടികൾ എന്നുള്ള സ്നേഹത്തോടു കൂടി നോക്കും. അപ്പോൾ ശമ്പളം, ആയമാർക്കാണെങ്കിൽ അവിടെയൊക്കെ വളരെ വലിയ ശമ്പളം കൊടുക്കണം, വലിയ ചെലവാണ്. അവരെന്നിട്ട് സ്നേഹത്തോടു കൂടി നോക്കൂല്ല. അവരുടെ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ച് കൊടുക്കേണ്ടിയും വരും. ഇതാകുമ്പോൾ മുത്തശ്ശിമാരാകുമ്പോൾ വളരെ സ്നേഹത്തോടെ പേരക്കുട്ടികളെ നോക്കിക്കോളും. ഫ്രീ ആയിട്ടുള്ള ഒരു ആയ, അതിനുവേണ്ടി ഞങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചുള്ള ടിക്കറ്റ് എടുത്തു തരാം, തിരിച്ചു പൊക്കോളും. ഇനിയും അടുത്ത കുട്ടി ഉണ്ടാവുമ്പോൾ ഞങ്ങൾ നോക്കാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും, പറയാം, പിന്നീട് വിഷമിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ അവരുടെ ബന്ധങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിലും കൂടുതലായിട്ട് ഇങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ നല്ല സംസ്കാരമുള്ള കുട്ടികളാണ്. കാരണം അച്ഛനമ്മമാര് ആ ഒരു സംസ്കാരം കാണിച്ച് കൊടുത്ത് അവർക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു. അവരുടെ ഗൃഹത്തിൽ നിന്ന് തന്നെ ആ ഒരു സംസ്കാരം കിട്ടിയിരിക്കുന്നു. ഇപ്പോഴുള്ള മുതിർന്നവർ അവരുടെ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നതും സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതെല്ലാം കണ്ട് വളർന്നിട്ടുള്ളതായിട്ടുള്ള തലമുറയാണെങ്കിൽ അവർക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. എൻ്റെ അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛനെയും നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. അവർ മരിച്ചിട്ടും അവരെക്കുറിച്ചിട്ടുള്ള സ്മരണകൾ ഇപ്പോഴും സൂക്ഷിക്കുന്നു. അവർക്ക് വേണ്ടി ശ്രാദ്ധാദികൾ മുടങ്ങാതെ ചെയ്യുന്നു. ബലിതർപ്പണങ്ങൾ യഥാസമയം ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അവരുടെ സ്മരണ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംസ്കാരം അവരുടെ ഉള്ളിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും ആ ഒരു ഭാവം കുറേയൊക്കെ ഉണ്ടാവും. ഞങ്ങളും ഞങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കാനും അവർക്ക് തണലായി നിൽക്കാനും അവരുടെ വയസ്സുകാലത്ത് താങ്ങായിരിക്കാനും ഇരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഭാവം ആ സംസ്കാരമുള്ള മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും.
അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭാഗ്യം എന്ന് കരുതിക്കൊള്ളുക. അവരവർ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമാണെന്ന് കരുതുക. നിങ്ങൾ സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തതെല്ലാം സുഹൃതമാണെങ്കിൽ, അല്ലേ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വേണ്ട പോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ നോക്കാനുള്ള ഒരു പരിഗണന ഉണ്ടാവും. ഇരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത്? ഈ യൂസ് ആൻഡ് ത്രോ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറണം. തങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം അങ്ങോട്ട് സ്നേഹിക്കുക. നമ്മുടെ ബന്ധങ്ങളെല്ലാം കൂടുതലും അങ്ങനെയുള്ളതാണ്. അല്ലാത്തവരുമായിട്ട് നമ്മൾ യാതൊരു ഇടപാടുകളും ഇല്ല. നമ്മളെ ഏതെങ്കിലും കാലത്ത് സഹായിച്ചിട്ടുള്ളവരോട് മാത്രം നമുക്കൊരു ഒരു ഒബ്ലിഗേഷൻ, തിരിച്ചങ്ങോട്ടും അവർക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കണം എന്നുള്ളൊരു കടപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെ ഇരിക്കട്ടെ, നന്നായിരിക്കട്ടെ. നിങ്ങളെല്ലാവർക്കും, ഈ ഭാഗവതം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെയുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ. നാരായണ. നമ്മൾ പറയുന്നതെല്ലാം പുറത്തുള്ള ആൾക്കാരെ കുറിച്ചാണ്. ഇവിടെയുള്ളവരൊക്കെ വിശിഷ്ടരാണ്, ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്, സുഹൃതികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വരും തലമുറകളിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവട്ടെ. പക്ഷെ ഇല്ലെങ്കിലും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് സ്വതന്ത്രരായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉപദേശിക്കാനുള്ളത്. മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയം പ്രാപിക്കുക. കാരണം അത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് അല്ല. അതുകൊണ്ട് ഇപ്പം കിട്ടുന്നുണ്ട് സന്തോഷം, എന്നും കിട്ടട്ടെ സന്തോഷം. പക്ഷേ അതിൽ എപ്പോഴും പ്രതീക്ഷ വച്ചിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കുക. കിട്ടുന്നതെല്ലാം ലാഭം, അങ്ങനെ കരുതുക. ഭഗവാൻ മാത്രമാണ് നമുക്ക് എന്നും ആശ്രയം. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, നമ്മളെ ബഹുമാനിക്കുന്നത് എന്നുള്ള അറിവോടുകൂടെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള അവസ്ഥ ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ. സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയട്ടെ. എല്ലാവരെയും സ്നേഹിക്കാം നമുക്ക്. സ്വന്തം മക്കളെ മാത്രമല്ല, സഹോദരന്മാരുടെ സഹോദരിമാരുടെ മക്കളെയും ഒക്കെ സ്നേഹിക്കാം. അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ തന്നെ കാണാം. കാരണം അവരും നമുക്കൊരു എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും. അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പക്ഷെ തിരിച്ചു കിട്ടും. അത് ലോക സ്വഭാവമാണ്. അതെപ്പോഴും വേണം. അപ്പോ മിതോ ഭജന്തിയേ സഖ്യ സ്വാർത്ഥൈകാന്ത ഉദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തദ്ധി ന അന്യഥ. ഭഗവാൻ പറയുന്നു, തത്ര സൗഹൃദം ന, അവിടെ യഥാർത്ഥത്തിലുള്ള സൗഹൃദം ഇല്ല. ഇവിടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? ആ ഒരു ശരിയായ സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം അവിടെ ഇല്ല. അതൊരു കണ്ടീഷണൽ സ്നേഹമാണ്. ഏത്? ഇങ്ങോട്ട് ഭജിക്കുന്നവരെ അങ്ങോട്ട് ഭജിക്കുന്നത്. അൺകണ്ടീഷണൽ അല്ല. അപ്പോൾ യഥാർത്ഥ സൗഹൃദം അവിടെ ഇല്ല, സ്നേഹമില്ല. പിന്നെന്തില്ല? ധർമ്മഃ ന, അവിടെ ധർമ്മവും ഇല്ല. ധർമ്മം എന്താണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരനാണെന്ന് കണ്ട് എല്ലാവരെയും സ്നേഹിക്കണം നമ്മൾ. അതുപോലെ ഏതേത് സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് അവസരം വരുന്നുവോ
അപ്പോഴൊക്കെ നമ്മൾ അവരെ സഹായിക്കണത് ആരാണെന്ന് നോക്കാതെ. അതാണ് ധർമ്മം. ആപത്തിൽ പെടുന്ന ഒരാള് അതെന്റെ മകനാണ് എന്ന് നോക്കിയിട്ട് സഹായിക്കുന്നത്, എനിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് നോക്കി സഹായിക്കുന്നത്, അത് ധർമ്മമൊന്നുമല്ല, അത് സ്വാർത്ഥമാണ്. ഇവൻ എനിക്ക് സുഖം തരുന്നവനായതുകൊണ്ട് ഇവനൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ സഹായിക്കുന്നു. അതൊരു ധർമ്മമൊന്നുമല്ല. നേരെ മറിച്ച് ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരാളാണെങ്കിലും നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരാൾ വീണ് കിടക്കുന്നു, ആ വീണ് കിടക്കുന്ന ഒരാൾ ആരോ ആയിക്കോട്ടെ, അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി അയാൾക്ക് എന്താ പ്രശ്നം, എന്താ സംഭവിച്ചത് എന്ന് നോക്കി ഒരു സഹായം എന്തെങ്കിലും നമ്മളാലാവുന്നത് വേറെ ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചിട്ടെങ്കിലും പോവുക. നമുക്ക് തിരക്കുണ്ടാവാം, നമ്മൾ ഒരുപാട് ദൂരെ പോകേണ്ടവരായിരിക്കാം, അടുത്തുള്ള ആളുകളായിരിക്കില്ല, നമുക്കതിൻ്റെ പുറകെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, അതൊക്കെ സംഭവിക്കാം. അപ്പോഴും ആരുമില്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. ഇയാൾ വഴിയിൽ വീണ് കിടക്കുന്നു, ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ ഇയാൾ മരിച്ചു പോകുകയും ചെയ്യാം. അതുകൊണ്ട് ആരെയെങ്കിലും വിളിച്ച് ഏൽപ്പിക്കുക. എന്തെങ്കിലും കയ്യിൽ തുകയുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് അതിന് കൊടുക്കുകയും ചെയ്യാം. ഇതാ ഈ ഒരു ആശുപത്രിക്ക് കൊണ്ടുപോകൂ, എന്തോ വണ്ടി തട്ടി വീണതോ അല്ലെങ്കിൽ മയങ്ങി വീണതോ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വീണതോ ഒക്കെ ആവാം, എന്തെങ്കിലും അസുഖം കൊണ്ട് വീണതായിരിക്കാം. തൽക്കാലം ഇയാളെ ഒരു വണ്ടി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരെ മനസ്സിലായാൽ അവരുടെ കയ്യിലൊരു ചെറിയ സംഖ്യയും കൊടുത്തിട്ട് ഒന്ന് നോക്കൂട്ടോ എന്ന് പറഞ്ഞ് അവരെ ഏർപ്പാടാക്കിയിട്ടെങ്കിലും പോകാം. അതാണ് ധർമ്മം. ധർമ്മം ചെയ്യുക എന്ന് പറയുക അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഭിക്ഷക്കാർ വരുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശിമാര് പറയുന്നത് എന്തായിരുന്നു? ദാ ധർമ്മക്കാരൻ വരുന്നു. അവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ധർമ്മം. എന്താണ് ധർമ്മം? യജ്ഞം, ദാനം, തപസ്, ഇതാണ് നമ്മുടെ ധർമ്മം. അപ്പൊ അതിൽ ദാനം എന്നുള്ള ധർമ്മത്തിന്റെ അത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. യജ്ഞദാന തപശ്ചൈവ ന ത്യാജ്യം കാര്യമേവ തത്. ഭഗവാൻ ഗീതയിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്, ന ത്യാജ്യം കാര്യമേവ, കാര്യമേവ കർത്തവ്യമേവ, യു മസ്റ്റ് ഡു എന്നാണ്. യു കനോട്ട് അവോയ്ഡ് ഇറ്റ്. ആ യജ്ഞവും ദാനവും തപസ്സും. യജ്ഞദാന തപശ്ചൈവ പാവനാനി മനീഷിനാം, അതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ. നമ്മൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഈശ്വരപ്രാപ്തിക്ക് ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഈശ്വരപ്രാപ്തിക്ക് വേണ്ട യോഗ്യത നേടാനായിക്കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു വേണം ഉയർന്നു വരാൻ, വളർന്നു വരാൻ, ചിത്തശുദ്ധി ആർജിക്കാൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സഹായിക്കുക എന്നുള്ളത് അയാൾ നമുക്ക് ഇന്ന് വരെ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടല്ല, അയാൾ നമ്മുടെ ബന്ധുവാണോ നോക്കിയിട്ടല്ല, അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രം നോക്കിയിട്ടായിരിക്കണം. ആരോ ആയിക്കോട്ടെ, അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കൈവിട്ടാൽ ചിലപ്പോൾ അയാൾക്ക് വേറെ ആരും ഉണ്ടായിരിക്കില്ല. അയാള് ചിലപ്പോൾ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കേണ്ടി വരും. പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം നമ്മളത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ചിലപ്പോൾ നമുക്കത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആളുകൾ നമ്മുടെ കാല് പിടിച്ചുകൊണ്ട് നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ സഹായിക്കാനുള്ള ആ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ധർമ്മം. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഈ സമൂഹത്തോട്, ഈ ലോകത്തോട് ചെയ്യുന്ന ഡ്യൂട്ടി. അത് ആരോടുള്ള പൂജയാണ്? ഈശ്വരനോടുള്ള പൂജയാണ്. ഞാൻ എൻ്റെ ഈശ്വരനെ പൂജ ചെയ്യണം. എങ്ങനെ? എന്നെ ആശ്രയിച്ചവർക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട്. അവരിൽ നിന്ന് എനിക്ക് തിരിച്ച് ഈ സഹായം പിന്നീട് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എനിക്ക്. അതാണ് ഉത്തമമായിട്ടുള്ള ദാനത്തെക്കുറിച്ച്, സാത്വികമായ ദാനത്തെക്കുറിച്ച് ഭഗവാൻ പറയുമ്പോൾ ദീയതേ യത് അനുപകാരിണേ എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധയോടുകൂടെ അനുപകാരിണേ ദീയതേ,
അനുപകാരി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഉപകാരം ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സാത്വികമായ ദാനം. അല്ലാതെ തിരിച്ചു തരുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഉത്തമദാനമല്ല, അത് മധ്യമമാണ്. തിരിച്ച് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ചിലത് നമ്മളെ ഇന്ന് മേടിച്ചിട്ട് പോകും. നമുക്ക് പ്രതീക്ഷയും ഉണ്ടാവും അവർ ചിലപ്പോൾ തരും എന്നുള്ളത്. അത് മധ്യമമായിട്ടുള്ളതാണ്. തിരിച്ചു തന്നില്ലെങ്കിലും ഞാനിപ്പോൾ സഹായിക്കേണ്ടതാണ് എന്നുള്ളതായിട്ടുള്ള ഉത്തരവാദിത്തോടു കൂടി സഹായിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം. അപ്പോൾ അതാണ് ഇവിടെ ഈ അന്യോന്യം ഭജിക്കുന്നവർ അവരുടെ ഉള്ളിൽ ഈ സൗഹൃദമോ ഈ ധർമ്മമോ ഒന്നുമില്ല. സ്വാർത്ഥാർത്ഥം തദ്ധി അത് തീർച്ചയായിട്ടും സ്വാർത്ഥാർത്ഥം, സ്വപ്രയോജനം ഉദ്ദേശിച്ച് മാത്രമാണ് അവൻ അത് ചെയ്യുന്നത്. തനിക്ക് അതിൻ്റെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ മുമ്പ് കിട്ടിയതിൻ്റെ പ്രതിഫലമായിട്ടാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ മുമ്പ് കിട്ടി, അല്ലെങ്കിൽ ഭാവിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കൊടുക്കുന്നത് സ്വാർത്ഥാർത്ഥം. നാന്യത, അത് മറ്റൊരു തരത്തില് അല്ല. ഉത്തമമായിട്ടുള്ളൊരു സ്നേഹം അല്ല, ഉത്തമമായിട്ടുള്ളൊരു ഗുണം അല്ല. അതുകൊണ്ട് അതിനെ എന്താ പറയുക, ഉത്തമം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു സാമൂഹിക സ്വഭാവമാണിത്, സമൂഹ വ്യവസ്ഥിതിയാണിത്. സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും ഈ ഒരു നിയമത്താൽ ബന്ധിതരാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് യാതൊരു പ്രതിഫലവും ഇച്ഛിച്ചുകൊണ്ടല്ല എന്ന് പരോക്ഷമായിട്ട് ഭഗവാൻ ഇതിലൂടെ പറയുന്നുണ്ട്. നേരിൽ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അതുപോലെ നിങ്ങളും എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരല്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സഖ്യഹ എന്ന് വിളിച്ചത്. അവർ തന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അശുൽക്കദാസികാഹ അല്ലേ, ഞങ്ങൾ അങ്ങയുടെ അശുൽക്കദാസികളാണ്. അശുൽക്കദാസികകൾ എന്ന് പറഞ്ഞാലോ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ, ശുൽക്കം എന്നാൽ പ്രതിഫലമാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ദാസ്യ പ്രവൃത്തി ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്ന് ഇവർ സ്വയം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിന് എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലും നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ആ തലത്തിലേക്ക് ഇവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഈ ഉപദേശം. മറ്റത് പ്രതീക്ഷയോടുകൂടിയാവുമ്പോൾ തീർച്ചയായിട്ടും നിരാശയും ഉണ്ടാവും. എന്തെങ്കിലും കിട്ടണം എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരാശ ഉണ്ടാകും. പിന്നീട് എന്താവും, ഈ നിരാശ ഒരു സ്നേഹത്തെ കുറച്ചു കൊണ്ടുവരികയും അത് ദ്വേഷമായി പരിണമിക്കാം, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കാം. അങ്ങനെ ഉപേക്ഷിക്കേണ്ട ഒരാളല്ല ഈശ്വരൻ. ഈശ്വരൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എനിക്കിനി ഭഗവാന്റെ ആവശ്യമില്ല, എല്ലാം ഞാൻ സ്വയം ആർജിച്ചതാണ്, എനിക്ക് എൻ്റെ പൗരുഷം കൊണ്ടെല്ലാം ആർജിക്കാൻ കഴിയും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ ധനമുണ്ട്, അല്ലെങ്കിൽ വിദ്യയുണ്ട്, അല്ലെങ്കിൽ സ്ഥാനങ്ങളുണ്ട്, ആളുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈശ്വരന്റെ ആവശ്യവുമൊന്നുമില്ല എന്ന് കരുതുന്നവർ വലിയ നഷ്ടമാണ് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. ഈ പറഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അവസാനം ഈശ്വരനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഈശ്വരനെ ഒരിക്കലും ഉപേക്ഷിക്കാനുള്ളതല്ല. ഈശ്വരനുമായിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിക്കാൻ ആവുകയില്ല. ഈശ്വരൻ നമ്മൾ ചോദിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഈശ്വരന്റെ സ്നേഹമെല്ലാം പരോക്ഷമായിട്ടാണ്, അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല. മറ്റുള്ളവർ പ്രകടിപ്പിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ വേണ്ടതെല്ലാം പരിഗണിക്കുന്നുണ്ട്, വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതറിയുന്നവർ അറിയുന്നു.
അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് അറിയുന്നവർ അറിയുന്നു. അറിയാത്തവര് എനിക്ക് ഭഗവാനൊന്നും തന്നില്ലേ, എനിക്ക് ഭഗവാനൊന്നും തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നു. ഈ തന്നതെല്ലാം ഭഗവാൻ തന്നതാണ്. നിങ്ങളുടെ ആ പൗരുഷം പോലും, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയും, നിങ്ങളുടെ ഈ ജന്മവും, മനുഷ്യ ശരീരവും, ഈ ഭൂമിയും, ഇവിടെയുള്ള സകല സാഹചര്യങ്ങളും എല്ലാം ഈശ്വരൻ നൽകിയതാണ്. അപ്പൊ എല്ലാം ഒരു ഈശ്വര അനുഗ്രഹമായി കാണാൻ സാധിക്കട്ടെ. നമ്മുടെ മുമ്പിലുള്ളതെല്ലാം ഈശ്വര അനുഗ്രഹമാണ്. അതുകൊണ്ട് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെവർ കംപ്ലെയിൻ. ഇതാവട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെവർ കംപ്ലെയിൻ. അപ്പൊ ഇവരെ ഉയർത്തുകയാണ്. നിങ്ങൾ ഇങ്ങനെ കച്ചവടക്കാരെ പോലെ ആകരുത് കേട്ടോ. നിങ്ങൾ അശുൽക്കദാസിക എന്ന് പറഞ്ഞത് ഓർമ്മിക്കുക എന്ന് സഖ്യഹ എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ സൂചിപ്പിച്ചു. ഭജന്ത്യഭജതോ യേ വൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാഃ. ഭജന്ത്യഭജതോ യേ വൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാഃ. മറ്റൊരു കൂട്ടരെ ഭജന്തി അഭജതോ ഏവൈ, യാവരാണോ അഭജതഃ ഭജന്തി. അഭജതഃ എന്ന് പറഞ്ഞാൽ ഭജിക്കാത്തവരെ, തങ്ങളെ സ്നേഹിക്കാത്തവരെ, തങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ഉപകാരം ചെയ്യാത്തവരെ പോലും അങ്ങോട്ട് ഭജിക്കുന്നു. അവര് ആരാണ്? കരുണാഹ, അവര് കാരുണ്യമുള്ളവരാണ്. അവർ കാരുണ്യമുള്ളവരാണ്. ഏതുപോലെ? പിതരോ യഥാ എന്ന് പറഞ്ഞു. ഉദാഹരണമായി പറഞ്ഞത് പിതരഹ യഥാ. പിതരഹ എന്ന് പറഞ്ഞാൽ മാതാപിതരഹ, അച്ഛനമ്മമാരെ പോലെ. എല്ലാ ജീവജാലങ്ങളിലും അത് കാണാം, മനുഷ്യരിൽ മാത്രമല്ല. മനുഷ്യരിലെങ്കിലും അല്പം പ്രതീക്ഷയുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് അല്പം പോലും പ്രതീക്ഷയില്ല. ഒരു പശു അതിൻ്റെ കുട്ടിയെ വളർത്തുന്നത്, അതിന് പാല് കൊടുക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത്, തൻ്റെ പ്രാണനെ പോലും അവഗണിച്ചുകൊണ്ട് തൻ്റെ കുട്ടിയുടെ നേരെ ഏതെങ്കിലും ഒരു വന്യമൃഗം ആക്രമിക്കുമ്പോൾ അതിനെ ചെറുത്ത്, ചിലപ്പോൾ നമ്മൾ കാണാം, ഇപ്പം ഇഷ്ടംപോലെ നമുക്ക് ഈ ജോഗ്രഫിക്കൽ ചാനലും അതുപോലെയുള്ളതൊക്കെ കാണുമ്പോൾ അതിൽ കാണാം. കാട്ടുപന്നികളാവട്ടെ, കാട്ടുപോത്തുകളാവട്ടെ, സീബ്രകളാകട്ടെ, ഒട്ടകങ്ങളാകട്ടെ, അവരൊക്കെ അവരുടെ കുട്ടി പ്രസവിച്ച് വീണിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഈ ചെന്നായ്ക്കളോ കുറുനരികളോ അതുപോലെയുള്ളതായിട്ടുള്ള സിംഹം, പുലി മുതലായവരൊക്കെ വന്ന് ആക്രമിക്കും. അപ്പോൾ ആ തൻ്റെ പ്രസവിച്ച് വീണ ആ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളത് ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് ആ അമ്മമാർക്ക്. അതേപോലെ അവരുടെ വർഗത്തിലുള്ളവർക്കും. അവരെല്ലാവരും കൂടി വളഞ്ഞു നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ആവത് ശ്രമിക്കും. ശത്രുക്കളെ അവരുടെ കൊമ്പും കുളമ്പും വെച്ച് ആക്രമിച്ച് ഓടിക്കാൻ നോക്കും. ചിലപ്പോൾ ഇവരെണ്ണം കുറവും അവരെണ്ണം കൂടുതലുമാണെങ്കിലോ ഇവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. ഈ കുറുനരികളൊക്കെ ഒന്നിച്ചാണ്, കൂട്ടം കൂട്ടമായിട്ടാണ്. അതുപോലെ കഴുതപ്പുലികൾ അല്ലേ, ഹൈന എന്ന് പറയുന്ന കൂട്ടരെ ഒന്നിച്ചാണ് സഞ്ചരിക്കുക. അവര് ഓരോരോ ഭാഗത്തു നിന്നും കടിച്ചു വലിക്കും. ഒരു ചെവിയെ ഒരാൾ വലിക്കുമ്പോൾ മറ്റൊരു ചെവിയെ വേറൊരാൾ വലിക്കും. വാല് വേറൊരാള്, കാലുകൾ 4 കാലിൽ 4 ആള്, കഴുത്തിലൊരാള്, മൂക്കിലൊരാള്, വായിലൊരാള് എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവര് കടിച്ചു വലിക്കുക. എങ്കിലും തങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി
ഇവരോടൊക്കെ പൊരുതി അവിടെ തന്നെ നിൽക്കും ഈ തള്ള മൃഗം. അതൊരു പ്രകൃതി നിയമം പോലെയാണ്, അതൊരു ധർമ്മമാണ്. അങ്ങനെയാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ്. അതാണ് അവിടെ ധർമ്മോ നിരപവാദോ അത്ര നിരപവാദ ധർമ്മ, അപവാദമില്ലാത്തത്, ദോഷമില്ലാത്തത് എന്നർത്ഥം. ദോഷരഹിതമായിട്ടുള്ള ധർമ്മമാണ് അവിടെ ഉള്ളത്. അതാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. ഇങ്ങനെ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചില്ല എങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ കാണുന്നില്ലേ, പ്രസവിച്ച ഉടനെ ഉപേക്ഷിക്കുന്നവരെ, അല്ലെങ്കിൽ പിന്നീട് ഭർത്താവിനോട് പിണങ്ങി ഡൈവോഴ്സ് ചെയ്ത് കുട്ടികളെ സ്വീകരിക്കാതെ അല്ലെങ്കിൽ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്നവർ എത്രയോ എന്തെല്ലാമോ കാണുന്നുണ്ട്. കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നവർ, പലതരത്തിലുള്ളതായിട്ടുള്ള ഇത് കാണുന്നുണ്ട്. അതൊന്നും ധർമ്മമല്ലല്ലോ. അങ്ങനെ എല്ലാ അമ്മമാരും ക്രൂരകളായി കഴിഞ്ഞാൽ, അച്ഛന്മാർ ക്രൂരന്മാരായി കഴിഞ്ഞാൽ ഈ സമൂഹം നിലനിൽക്കില്ല. അതിൻ്റെ മറ്റൊരു ക്രൂരതയാണ് ഗർഭം അലസിപ്പിക്കുക എന്നുള്ളത്. ഗർഭം അലസിപ്പിക്കലും ഒരു ക്രൂരതയാണ്. വലിയ ക്രൂരതയാണ് ഭ്രൂണഹത്യ എന്നുള്ളതായിട്ടുള്ള പാപം. ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ധർമ്മവിരുദ്ധമാണ്, അധർമ്മമാണ്. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ എന്താണോ വേണ്ടത്, അച്ഛനമ്മമാരുടെ ലാളന, സംരക്ഷണം, പോഷണം, ഇതൊക്കെ മക്കൾക്ക് കിട്ടേണ്ടത് ഒരു ധർമ്മമാണ്. അവർക്ക് അർഹതപ്പെട്ടതാണ്. ഈ കൊടുക്കാനുള്ളത് ഇവരുടെ ഡ്യൂട്ടിയും ആണ്. കൊടുക്കേണ്ടത് ഡ്യൂട്ടിയാണ്. അപ്പം അതുപോലെയാണ് കാരുണ്യമുള്ള ജനങ്ങൾ, അവർ കരുതുന്നു ഇതെൻ്റെ ഡ്യൂട്ടിയാണ് എന്ന്. സമൂഹത്തിൽ ആർക്കും എന്ത് സഹായവും ചെയ്യുവാൻ അവരുടെ ഉള്ളിൽ കാരുണ്യം കൊണ്ട് പ്രേരിതരാകുന്നവർ. ഞാൻ ചെയ്യാതെ പിന്നെ ആരാ ചെയ്യുക? ഞാനല്ലാതെ ഇവർക്ക് ആരാ സഹായമുള്ളത്? ഇവരെന്നെ വന്ന് ആശ്രയിച്ചിരിക്കുമ്പോൾ ഞാനിവരെ ഉപേക്ഷിക്കാൻ പാടുള്ളതാണോ? അല്ലെങ്കിൽ ആശ്രയിച്ചില്ലെങ്കിൽ പോലും കണ്ട മാത്രയിൽ തന്നെ അവരോട് കരുണ തോന്നി അവരെ സഹായിക്കാൻ വാഗ്ദാനം ചെയ്യുക, അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തുക. ഇതൊക്കെയാണ് കാരുണ്യമുള്ളവരുടെ സ്വഭാവം, മഹാത്മാക്കളുടെ സ്വഭാവമാണ്, സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ഇത് വേണ്ടതാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. പക്ഷെ അത് റയറായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നു. എല്ലാവർക്കും വേണ്ടതാണ് ഈ കാരുണ്യം, ഈ കരുണ എന്നുള്ളതായിട്ടുള്ള ഗുണം. എല്ലാവരിലും ജനറലായിട്ടുണ്ടെങ്കിൽ ഈ ലോകം എത്ര നന്നായിരുന്നേനെ. പക്ഷെ അത് ആരിലും കാണുന്നില്ല. വളരെ ചുരുങ്ങിയ ആളുകളിൽ മാത്രമേ ഈ ഹൃദയ വിശാലത, ഉദാര മനസ്കത, മഹാൻ ആത്മാ അസ്യൈതി മഹാത്മാ, അവന്റെ ആത്മാ, അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം മഹത്താണ്, ഉദാര മനസ്കനാണ്, വിശാല മനസ്കനാണ്. അതുകൊണ്ട് അവനെ മഹാത്മാ എന്ന് വിളിക്കുന്നു. എല്ലാവർക്കും അത് തോന്നുന്നില്ല. ഇതെന്റെ കർത്തവ്യമാണ്, എന്റെ ധർമ്മമാണ് എന്നുള്ള ആ ധർമ്മബോധമോ സൗഹൃദം അഥവാ സ്നേഹം ജീവജാലങ്ങളോട്, ഒരു ഉപകാരവുമില്ലാത്ത സസ്യജാലങ്ങളോടും ഒരു ഉപകാരവും നേരിട്ട് കിട്ടാത്ത മൃഗങ്ങളോടും ഒക്കെ കാണിക്കും കാരുണ്യം. അതാണ് സജ്ജനങ്ങൾ. ഇപ്പൊ പിന്നെ മനുഷ്യരോട് പറയേണ്ടതില്ലല്ലോ. മനുഷ്യർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ വേഗം സഹായിക്കാനുള്ളതായിട്ടുള്ള സൗഹൃദഭാവം, സ്നേഹഭാവം, താദാത്മ്യം, കരണം, എല്ലാം ഈശ്വരനാണ് എന്നുള്ള ആ ഒരു വാസുദേവ സർവമിതി എന്നുള്ള ദർശനം കിട്ടിയിട്ടുള്ളവരാണ് അവർ.
അവർ ചിലപ്പോൾ ബ്രഹ്മജ്ഞാനികളൊന്നും ആയിക്കൊള്ളണമെന്നില്ല, എങ്കിലും ഈ ഒരു ദർശനം അവർക്ക് ഉണ്ട്. അത് അഭ്യസിച്ച് അവർക്കത് സ്വഭാവമായി മാറും. സർവാത്മഭാവം അവർക്ക് സാധിക്കും. അപ്പം അത് പ്രയോഗിക്കണം. ഞാൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയതിനു ശേഷം ഞാൻ എല്ലാവരെയും സ്നേഹിക്കാം, ഞാൻ എല്ലാവർക്കും സഹായം ചെയ്യാം എന്ന് ആരെങ്കിലും കരുതി കാത്തിരിക്കുകയാണെങ്കിൽ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇരിപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ളത് കൈ അയക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും സ്വീകരിക്കുക, എല്ലാവരെയും ആലിംഗനം ചെയ്യുക, എല്ലാവരെയും കൈകൊടുത്ത് സഹായിക്കുക, ഉയർത്തുക, ആവുന്ന സഹായം എല്ലാവർക്കും ചെയ്യുക എന്നുള്ളതാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള എളുപ്പവഴി. അല്ലാതെ ഗുരുവായൂരിൽ പോയി മണിക്കൂർ കണക്കിന് ക്യൂ നിന്നോ അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ കയറിയോ അവിടെ പോയി ദർശനം ചെയ്തു വന്നതുകൊണ്ടല്ല ഈശ്വര സാക്ഷാത്കാരം നേടാൻ പോകുന്നത്. എത്ര കുംഭമേളകളിൽ ചെന്ന് മുങ്ങിയിട്ടും കാര്യമൊന്നുമില്ല. സത്യം പറയുമ്പോൾ പച്ചയ്ക്ക് പറയാം. നമ്മുടെ ഉള്ളിൽ ആർദ്രത ഉണ്ടാവണം, കരുണ ഉണ്ടാവണം, സഹജീവികളോട് സ്നേഹം അത് സ്വാഭാവികമായി ഉണ്ടാവണം. അത് പ്രകടിപ്പിക്കണം. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അതുകൊണ്ട് ഹൃദയവിശാലത ഉണ്ടാവട്ടെ, എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാൻ ഉള്ള മനസ്സുണ്ടാവട്ടെ. പരസ്പരം നല്ല കാണുന്നവരെയൊക്കെ സേവിക്കാൻ, സ്നേഹിക്കാൻ, സഹായിക്കാനുള്ള മനസ്സ്. അപ്പോൾ അതാണ് ധർമ്മമെന്നും സൗഹൃദം എന്നും പറഞ്ഞുകൂടെ. അപ്പം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കേണ്ടത് ധർമ്മമാണ്. അതാണ് സൗഹൃദം, അതാണ് സ്നേഹം. നമ്മൾ ഈ ലോകത്തിനോട് മുഴുവൻ സൗഹൃദത്തിൽ വർത്തിക്കണം. എല്ലാവരോടും ഒരു സൗഹൃദത്തിൽ വർത്തിക്കലാണ് മനുഷ്യധർമ്മം. അങ്ങനെയുള്ളവരെ കുറിച്ച് ഇവിടെ പറയണു, സമദ്യമാഹ, അവരെ സുമദ്യമാഹ. ഇവിടെ സുമദ്യമാഹ എന്നുള്ളത് ഇവരെ സംബോധന ചെയ്യുന്നതാണ്. സോറി, അല്ലയോ മധ്യമകളെ, നല്ല മധ്യഭാഗത്തോടു കൂടിയവരെ, അഥവാ നല്ല സുന്ദരികളെ എന്നുള്ള അർത്ഥത്തിൽ ഗോപികമാരെ സംബോധന ചെയ്യുന്നതാണ് സുമധ്യമാഹ. അല്ലയോ സുന്ദരികളെ, ഇത് ധർമ്മവും സൗഹൃദവുമാകുന്നു, നിരപവാദമായിട്ടുള്ളതാകുന്നു. ഈ ഒരു കാരുണ്യം, ഈ ഒരു പ്രതീക്ഷ കൂടാതെ അങ്ങോട്ട് ഉപകാരം ചെയ്യുക, സ്നേഹിക്കുക എന്നുള്ളത് സഹജമായി തീരട്ടെ. ഒരവസ്ഥയാണ്, ഇതൊരു ആധ്യാത്മിക സാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭജതോപി നവൈ കേചിത് ഭജന്തി അഭജത കുതഃ ആത്മാ രാമാഹ്യാപ്തകാമാഃ അകൃതജ്ഞാ ഗുരുദ്രുഹഃ. ഭജതോപി നവൈ കേചിത് ഭജന്തി അഭജത കുതഃ ആത്മാ രാമാഹ്യാപ്തകാമാഃ അകൃതജ്ഞാ ഗുരുദ്രുഹഃ. കേചിത് വേറെ ചിലര്, ഭജതഃ അപി ന ഭജന്തി, തങ്ങളെ സ്നേഹിക്കുന്നവരെയും തിരിച്ച് സ്നേഹിക്കുന്നില്ല. ഭജതഃ അപി ന ഭജന്തി, ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലും അതിന് പ്രത്യുപകാരം ചെയ്യില്ല. അങ്ങനെയുള്ള കൂട്ടരുണ്ട്. അപ്പൊ പിന്നെ അവര് അഭജതഃ കുതഃ, അഭജതഃ കുതഃ, തങ്ങളെ സേവിക്കാത്തവരെ, സ്നേഹിക്കാത്തവരെ പിന്നെ എങ്ങനെ അവർ സ്നേഹിക്കും? സ്നേഹിച്ചവരെ പോലും അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല. അപ്പൊ പിന്നെ തങ്ങളെ ഭജിക്കാത്തവരെ എങ്ങനെ അങ്ങോട്ട് ഭജിക്കും? അങ്ങനെയുള്ള കൂട്ടരുണ്ട്. അവരാരൊക്കെയാണ്? 4 കൂട്ടര, 4 തരക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. ആത്മാരാമാഹ ആപ്തകാമാഹ അകൃതജ്ഞാഹ
ഗുരുദ്രുഹ. ഈ 4 കൂട്ടര് തങ്ങളെ ഭജിക്കുന്നവരെയും ഭജിക്കുന്നില്ല, ഭജിക്കാത്തവരെയും ഭജിക്കുന്നില്ല. അപ്പോൾ ഈ 4 കൂട്ടരിൽ ആത്മാരാമാഹ, ആദ്യം പറഞ്ഞത് ആത്മാരാമാഹ, ആത്മാരാമന്മാർ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ രമിക്കുന്നവർ. അവർ മഹാത്മാക്കളാണ്, വലിയ ജ്ഞാനികളാണ്, തന്നിൽ തന്നെ രമിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, മറ്റുള്ളവരോട് സ്നേഹപ്രകടനങ്ങളൊന്നും ചെയ്തില്ല എന്ന് വരും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഭേദഭാവനയേ ഇല്ല. അവരെല്ലാം ആത്മാവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ടൊന്നുമില്ല. അവരാ ഒരു ഏകത്വത്തിൽ, അദ്വൈതഭാവത്തിൽ ഉറച്ചിരിക്കുകയാണ്. എല്ലാം ആത്മസ്വരൂപമായിട്ട് കാണുന്നു. അവരുടെ ദൃഷ്ടി മുഴുവൻ ആത്മതത്വത്തിലാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയിലുള്ള എന്ത് വികാരങ്ങളെയും അവരെ അവഗണിക്കുന്നു. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യാനായിക്കൊണ്ട് അവർക്ക് വലിയ മോട്ടിവേഷനൊന്നും ഇല്ല. അതിപ്പോൾ സ്വന്തം ശരീരത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗാദികളോ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളോ എന്ന് വെച്ചാൽ വിശപ്പ്, ദാഹം മുതലായിട്ടുള്ള ഭാവങ്ങളോ ശൈത്യം, ഉഷ്ണം മുതലായിട്ടുള്ള ബാഹ്യ ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളോ ആരുടെയെങ്കിലും നിന്ദയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡയോ അതുപോലും അവർ അതിന് പ്രതിവിധി ചെയ്യുന്നില്ല. നമ്മുടെ ജനഭരതന്റെയും ഋഷഭദേവന്റെ അവസാന കാലവും അല്ലേ നമ്മൾ കണ്ടതാണ് അവധൂതന്മാരുടെ അവസ്ഥ. അവർക്ക് ഭേദഭാവന ഇല്ലാത്തത് കൊണ്ട്, ദ്വൈതഭാവന ഇല്ലാത്തത് കൊണ്ട്, തന്നിൽ നിന്ന് അന്യനായിട്ട് ഒരാളെ കാണാത്തത് കൊണ്ട്, താൻ മറ്റൊരാളെ സ്നേഹിക്കാൻ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സ്വഭാവം മാറ്റമാണ്, അതിനെ തടയേണ്ട ആവശ്യമില്ല, അതിനെ അതിൻ്റെ പാട്ടിന് വിടുക എന്ന് വലിയ ഉയർന്ന ഒരു ദർശനമുള്ളവർക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പോലും അവരെ ചലിപ്പിക്കുകയില്ല. മറ്റുള്ളവർ ദുഃഖിക്കുന്നവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നിസ്സാര കാര്യങ്ങൾക്കാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാര് മൈൻഡ് ചെയ്യോ? വേറെ ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ അവർ ചോദിക്കും, എന്താ നീ കുട്ടി കരയുന്നത് നോക്കാത്തത്? അതവന്റെ സ്വഭാവമാണ്, അവനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, തന്നെ നിർത്തിക്കോളും അല്ലേ? കൊച്ചുകുട്ടികൾ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ശുണ്ഠി പിടിക്കും, ശാഠ്യം കാണിക്കും, ബഹളം വയ്ക്കും, കരയും, പിടിക്കും ഒക്കെ ചെയ്യും. അതിലൊന്നും മുതിർന്നവരെപ്പോഴും ഒന്നും അതിനെ പരിഗണിക്കില്ല. അതൊക്കെ കുട്ടികളുടെ സ്വഭാവമാണ്, ബാലസ്വഭാവം എന്ന് കരുതി അതിനെ അവഗണിക്കും. അതിനേക്കാൾ ഒരു ഉയർന്ന സ്റ്റാറ്റസാണ് ഈ മഹാത്മാക്കൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ കരയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കരച്ചിൽ നിങ്ങൾ എന്നും മാറ്റാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കരച്ചിൽ മാറ്റിയാൽ അടുത്ത കരച്ചിൽ തുടങ്ങും. ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ആരംഭിക്കുകയായി. അപ്പൊ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്? ആരുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത്? എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാൽ ഇവിടെ ശാശ്വതമായിട്ടുള്ള എല്ലാവർക്കും സുഭിക്ഷതയും സന്തോഷവും ഉണ്ടാകും? ഇത് ഒരിക്കലും സംഭവിക്കുന്നതല്ല. ഇത് കടലിൽ തിരമാലകൾ ആവർത്തിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ ലോക സ്വഭാവമാണ്. തിരമാലകൾ ഉണ്ടാവരുത്, സമുദ്രമേ ശാന്തമാകൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവര് പമ്പരവിഡ്ഢികളാണ്. അപ്പോ അതുപോലെയാണ് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ എന്ന് അതിൽ നിന്ന് അതീതരായിരിക്കുന്ന മഹാത്മാക്കൾ
ഏകത്വം ദർശിക്കുന്ന ആത്മാരാമന്മാരായിരിക്കുന്നവർ ആ രീതിയിലാണ്. അവര് രണ്ട് കാണുന്നില്ല, തന്നിൽ നിന്ന് അന്യനായിട്ടുള്ള ഒരാളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ഭജിക്കേണ്ട കാര്യവും ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെന്ന് അവരുടെ കാൽക്കൽ വീണു, അവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കുറേ ദക്ഷിണ സമർപ്പിച്ചു, അല്ലെങ്കിൽ പഴങ്ങൾ സമർപ്പിച്ചു, അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ സമർപ്പിച്ചു, അവരുടെ മേലെ പട്ടുവസ്ത്രം ചാർത്തി, ഹൂ കെയേഴ്സ്? ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അവിടെ വെച്ചിട്ട് പോ, അല്ലെങ്കിൽ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ. ഈ ഒരവസ്ഥയിലിരിക്കുന്ന എത്രയോ മഹാത്മാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പലരും സമർപ്പിക്കും പലതും. അതൊക്കെ ചിലപ്പോൾ അവർ തന്നെ അതിനെ അപ്പുറത്തേക്ക് തള്ളി വയ്ക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എറിഞ്ഞെറിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ വല്ല പശുക്കൾക്ക് കൊടുക്കും, പട്ടിക്കും പൂച്ചയ്ക്കും കുരങ്ങന്മാർക്കും കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ചുറ്റും ഭക്തജനങ്ങൾ കൂടി അതിലൊരാൾ ഇത് വിഭജിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ നിന്നു വരും. അവർക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ആത്മാരാമാഹ, ആ എന്താ പറയുക, അവികാരിയായ നിത്യമായ ശാശ്വതമായ ആനന്ദസ്വരൂപമായ ആത്മാവിൽ തന്നെ രമിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ആരെയും സ്നേഹിക്കേണ്ട ഗതികേടോ അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട ആവശ്യമോ ഇല്ല. കാരണം അവർ രണ്ട് കാണുന്നില്ല. ഞാൻ എൻ്റെ തലയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ വലതു കൈയിനെ വല്ലാതെ സ്നേഹിക്കുന്നു, എൻ്റെ ഇടതു കൈയിനെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ വിരലുകളെ ഞാൻ സ്നേഹിക്കുന്നു. ആരെങ്കിലും പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ആരും അവനവൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങളെ പ്രത്യേകം പ്രത്യേകം സ്നേഹിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുമായി ഒന്നായി താദാത്മ്യത്തിലിരിക്കുകയാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ച ശരീരവുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നവരാണ് ഈ ആത്മാരാമന്മാർ. അതുകൊണ്ട് അവർക്ക് ഭേദഭാവനയില്ല. അവർ ആത്മസ്വരൂപത്തിൽ നിഷ്ഠയോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ രമിക്കുന്നവരാണ്. ആത്മവസ്തുവിനെ മാത്രമേ അവർ ശാശ്വതമായി കാണുന്നുള്ളൂ. അനാത്മാക്കളായിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയെ, ജഗത്തിനെ മാറാൻ അവർ അനുവദിക്കുന്നു. നിങ്ങളൊക്കെ വന്നതാണ്, പൊക്കോളൂ. ആഗമാപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. ഇതാണ് ആത്മാരാമന്മാരുടെ അവസ്ഥ. അപ്പോൾ മഹാത്മാക്കളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇനിയും 3 കൂട്ടരുണ്ട്. നമുക്ക് നാളെ തുടരാം. ഭഗവാൻ ഇതിലേതെങ്കിലും പെടുവോ? ഭഗവാൻ ഇതിലൊന്നും പെടില്ല. ഇനിയോ ഭഗവാൻ ഇതിനുമൊക്കെ അതുക്കും മേലെ, അതിനൊക്കെ അതീതനാണ് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് വരും ശ്ലോകങ്ങൾ. ഏതായാലും 3 ശ്ലോകങ്ങളെ ഉള്ളൂവെങ്കിലും വളരെ അർത്ഥഗർഭമായിട്ടുള്ളത് കൊണ്ട് അത് ആസ്വദിച്ച് പറയാമെന്നുള്ളത് കൊണ്ട് നാളേക്ക് വെച്ചിരിക്കുകയാണ്. ഹരി ഓം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.